ഓം സദ്ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വത്യേ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കരുണാരുണകല്ലോല കരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. സംപൂജ്യരായ കുടുംബാംഗങ്ങളെ ഏവർക്കും ശ്രീമദ് ഭാഗവത്തിലേക്ക് സ്വാഗതം. നമുക്ക് സുദ്യുമ്നന്റെ അവസ്ഥ പരിശോധിക്കാം. നിന്നുഴന്നേറ്റം ജളത പിണഞ്ഞവൻ അന്നു മടങ്ങി നടന്നു പോരും വിധോ മധ്യേ ബുധൻ കണ്ടു മുഗ്ധാംഗി തന്നിലങ്ങുൾ തൂർന്ന രാഗം കലർന്ന് പരവശാൽ ഭാര്യയായിക്കൊണ്ടാൻ അവൾ പെറ്റ് അവൻ അന്നു വീര്യ നൃപനുളനായാൻ പുരുരവ സോമാന്വയത്തിങ്കലാതിരാജാവൻ കാമിനിയായോരിളയും അനന്തരം തൽക്കുലാചാര്യനായുള്ള വസിഷ്ഠനോട് അക്കഥയെല്ലാം അറിയിച്ചു. ഖിന്നനായി നിൽക്കുന്നളവിൽ മുഴുത്ത കൃപയോട് മുഗ്രനെ കൂപ്പി സ്തുതിച്ചു. വസിഷ്ഠനും സുദ്യുമ്നാമിളപുംസമപേക്ഷിച്ചു ഭക്തിയാ വണങ്ങി നിൽക്കുമ്പോൾ ഈശ്വരൻ തന്നുടെ കോപവും ദേവിതൻ ശാപവും വന്നു സേവിക്കും. വസിഷ്ഠാഭിലാഷമോ അന്യഥാത്വം വരായുവാൻ ഉപായാർത്ഥമായൊന്നരുൾ ചെയ്താൻ. ഇതു കേൾ മഹാമതേ. മാസങ്ങൾ ഓരോന്ന് ഇടയിടവാസമുണ്ടാം പുമാനായി നീ എങ്കിലോ പോയാലുമെന്നയച്ചാൻ ഇന്ദുശേഖരൻ പോയാൻ ഇളയോടുകൂടെ വസിഷ്ഠനു. അങ്ങനെ ഇതൊന്നും അറിയാതെ, മഹാദേവന്റെ ശാപമൊന്നും അറിയാതെ കാട്ടിൽ കയറിയ സുദ്യുമ്നൻ ഇളയായി ഭവിച്ചു. എന്താണ് ചെയ്യുക? നല്ലൊരു യൗവനയുക്തയായ പെൺകുട്ടി, മറ്റുള്ളവരെല്ലാം ഒപ്പമുണ്ട്. ആ കാട്ടിലൊക്കെ സഞ്ചരിച്ചു. നാട്ടിലോട്ട് പോകാനും പറ്റില്ല. ആൺകുട്ടിയായിട്ട് വന്ന് എങ്ങനെയാണ് പെൺകുട്ടിയായിട്ട് പോകുക? അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തെ, ഈ പെൺകുട്ടിയെ ബുധൻ, ചന്ദ്രന്റെ പുത്രനായ ആ ബുധൻ കണ്ടു. ചോദിച്ചു, ആരാണ് നീ? ആരാണെന്ന് പറയാൻ അറിയില്ല. കാരണം പൂർവ അർത്ഥം ഓർമ്മയില്ല. പേരെന്താണ്? പേര് ഓർമ്മയില്ല. അച്ഛന്റെ പേരെന്താണ്? അച്ഛന്റെ പേരും പറയാനില്ലല്ലോ. അങ്ങനെ ആകെ വിവശയായിട്ട് ആ ബുധന്റെ മുന്നിൽ നിന്നു. അപ്പൊ കുട്ടിക്ക് അവരുടെ പേരറിയില്ല, അച്ഛന്റെ പേരറിയില്ല, ഇവിടുന്ന് വന്നു, കുടുംബം ഒന്നും അറിയില്ല. അപ്പോഴ് നല്ല ഇളം പെൺകുട്ടിയാണ്. അതുകൊണ്ട് ബുധൻ പെട്ടെന്ന് ആ കുട്ടിക്ക് ഇള എന്ന പേരിട്ടു. എന്നിട്ട് അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവര് അന്യോന്യം ദാമ്പത്യ ജീവിതത്തെ അനുഷ്ഠിച്ചു. അങ്ങനെ ആ സുദ്യുമ്നൻ ചന്ദ്രന്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് കുട്ടികളും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് ദുഃഖം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് വീണ്ടും വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു. വസിഷ്ഠ മഹർഷിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സുദ്യുമ്നൻ. അദ്ദേഹം സുദ്യുമ്നന്റെ ദുഃഖം കേട്ടിട്ട് വസിഷ്ഠ മഹർഷി സാക്ഷാൽ മഹാദേവനെ തപസ് ചെയ്തു. ആ മഹാദേവനെ തപസ് ചെയ്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു, എന്താണ് കാരണം? പറഞ്ഞു, എന്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള സുദ്യുമ്നൻ ഇളയായി പരിവർത്തിച്ചിരിക്കുന്നു മഹാവനത്തിൽ ചെന്നപ്പോൾ, കുമാരമഹാവനത്തിൽ വെച്ച്. അപ്പൊ അതിനെന്തു വേണം? അദ്ദേഹത്തെ വീണ്ടും പുരുഷനാക്കണം. അപ്പൊ പറഞ്ഞു, ഇത് മഹേശ്വരിക്ക് വേണ്ടി ഞാൻ ചെയ്ത ശപഥമാണ്, അത് മാറ്റാൻ പറ്റില്ല. മഹേശ്വരി തന്നെ ശപിച്ചു എന്ന് പറയുമ്പോഴും അത് മാറ്റാൻ പറ്റില്ല. പക്ഷെങ്കില് സുദ്യുമ്നന്റെ ഭക്തിയിലും
വസിഷ്ഠന് സുദ്യുമ്നുള്ള അനുരാഗം കൊണ്ടും ഗുരുവിന് ശിഷ്യനിലുള്ള അനുരാഗം കൊണ്ടും പരമേശ്വരൻ കരുതി, ഭഗവാൻ കരുതി ഇതിനൊരു പരിഹാരം കാണാം, ഒരു കാര്യം ചെയ്യാം. എന്താണ്? ഈ ഇദ്ദേഹം ഒരു മാസം ആൺകുട്ടിയായിട്ടിരിക്കട്ടെ, ഒരു മാസം പെൺകുട്ടിയായിട്ടിരിക്കട്ടെ. അങ്ങനെ തന്നെ തഥാസ്തു എന്ന് പറഞ്ഞ് മഹാദേവൻ തിരിച്ചു. സമ്പൂർണമായൊരു സന്തോഷമില്ലെങ്കിലും സ്വല്പം ദുഃഖമുണ്ട്, എന്നാൽ പൂർണ്ണമായ ദുഃഖവുമില്ല. കാരണം ഒരു മാസം പുരുഷനായിട്ട് വസിക്കാമല്ലോ. അങ്ങനെ എന്തായാലും സുദ്യുമ്നൻ ആകുന്ന ആ ഇളയാകുന്ന സുദ്യുമ്നൻ വീണ്ടും കൊട്ടാരത്തിലെത്തി. അദ്ദേഹം ഒരു മാസം സ്ത്രീയായിട്ടും ഒരു മാസം പുരുഷനായിട്ടും വർദ്ധിക്കും. ആ വർദ്ധിക്കുന്ന കാലത്ത് ഇദ്ദേഹം രാജാവ് വൈവസ്വത മനു അദ്ദേഹം കാലം ഭരണചക്രങ്ങളൊക്കെ മാറി വരുന്ന കാലത്ത് ഇദ്ദേഹത്തെ രാജാവാക്കി. എന്നിട്ട് ഇദ്ദേഹം രാജ്യം വിട്ട് വനത്തിലേക്ക് തപസ്സിനായി പോവുകയാണ്. അങ്ങനെ സ്ത്രീയായിരിക്കുമ്പോൾ ഒരു മാസം അന്തഃപുരത്തിലിരിക്കുകയും ചക്രവർത്തിയാവുമ്പോൾ ശരിയായ ഭരണപാഠവത്തോടുകൂടി ഈ രാജ്യത്തെ പരിപാലിക്കുകയും ചെയ്തു. പക്ഷെ ഒരു മാസം ഈ രാജാവ് ഇവിടെ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷനാകുന്നത്, അതല്ലെങ്കിൽ രംഗത്ത് വരാതെ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന് പ്രജകൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം പ്രജകളെല്ലാം വളരെ വിഷമിച്ചിട്ട് ചക്രവർത്തിയില്ലാതെ അരാജകത്വം നേരിടുന്ന ആ മാസത്തില് ചക്രവർത്തിയെ പറ്റി പല അപവാദങ്ങളും പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന് മറ്റെവിടെയോ ഭാര്യയുണ്ട്, അദ്ദേഹത്തിന് കുട്ടികളുണ്ട്, അവിടേക്ക് പോകുന്നതാണ്, അപ്രകാരമുള്ള വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഈ ആണും പെണ്ണുമായിട്ടിരിക്കുന്ന ആ സമയത്ത് ബുധനോട് ചേർന്ന് നിന്ന കാലത്ത് അത് ഇളയ്ക്ക് പുത്രന്മാരുണ്ടായി. ഉൽക്കലൻ, ഗയൻ, വിമലൻ എന്ന 3 പുത്രന്മാരുണ്ടായി. പ്രായമേറിയ അവസ്ഥയിൽ സുദ്യുമ്നൻ രാജ്യഭരണം പുരൂരവസിനെ ഏൽപ്പിച്ചു. ശേഷം കാട്ടില് തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. അതാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. വാസമുണ്ടാമ്പുമാനായി നീയെങ്കിലോ പോയാലുമെന്നയച്ചാൻ ഇന്ദുശേഖരൻ പോയാൻ. ഇളയോടുകൂടെ വസിഷ്ഠനും നാഥനരുൾ ചെയ്ത വണ്ണമനന്തരം തമാസം ഇടയിട്ടു പുരുഷനായി ചിരമങ്ങിനെ വാഴുന്ന കാലത്ത് അവനുടൻ അങ്കുൽക്കലനും ഗയനും വിമലനും നന്ദനന്മാരെ ഉളരായാർ ഇളന്ന് നന്ദിച്ചിരുന്നു സുഖിച്ചിതോ കേവലോ.